എല്ലാവർക്കും ടെക്ലൈ മനസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ എഡ്ജ് 15 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഓഗസ്റ്റ് 1 ലോഞ്ച് ആവും, ഉച്ചയ്ക്ക് 12 മണിക്ക് ലോഞ്ച് ആവും. ഇതിൻ്റെ സ്പെക്കൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ലാൻഡിംഗ് പേജിൽ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് സ്ലിമ്മസ്റ്റ് മിലിറ്ററി സ്റ്റാൻഡേർഡ് വരുന്നൊരു ഫോണാണിത്. വീഗൻ ലെതർ ബാക്കാണ്, അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 Pro ഇല്ലേ, അതിൻ്റെ ബാക്ക് ഡിസൈനൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് ഈ ഫോണിൻ്റെ. ഇനി ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ കർവ്ഡ് 1.5K 120 Hz 10-bit POLED പാനലാണ് വരുന്നത്. 1900 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരിക. SDA10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ കർവ്ഡാണ്, ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്പെക്ക് നോക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. പക്ഷേ നമുക്കവിടെ ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. പിന്നെ ആംബ്ലോഡും കൂടി ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ പെർഫോമൻസ് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹിറ്റ് ഓർ മിസ്സാണ്. നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ്. 4 nm സാംസങ് പ്രോസസ്സിലാണ് വരുന്നത്. സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. വേപ്പർ ചേമ്പർ കൂളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റാം ആൻഡ് സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ വലിയ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. LPDDR4X റാം ആണോ അല്ലെങ്കിൽ LPDDR5 റാം ആണോ എന്നൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ സ്നാപ്ഡ്രാഗൺ 7 Gen 1 കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോസറാണ്. 4 nm സാംസങ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ശകല ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്, ത്രോട്ടിനൊക്കെ ഉണ്ട്. അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു ചിപ്സെറ്റ് അല്ല. പക്ഷേ നമുക്കിവിടെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ സ്ലിംനെസ്സിൻ്റെ കൂടെയാണ് പോയത്. സ്ലിം പ്ലസ് പെർഫോമൻസ് ഒരിക്കലും മാച്ചപ്പ് ആവില്ല. അതുകൊണ്ട് തന്നെ ത്രോട്ടിനിങ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നിങ്ങളൊന്ന് കരുതിയേക്കുക. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല. ആക്ടിവിറ്റി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 6,76,837 ടോട്ടൽ വരിക. CPU 2,07,306, GPU 1,71,454 വരുന്നത്. BGM നമുക്കൊരു സ്മൂത്ത് 60 FPS പ്രതീക്ഷിക്കാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് 60 ഒരിക്കലും കിട്ടത്തില്ല. ഒരു 50 to 55 റേഞ്ച് എന്തായാലും കിട്ടും. ഇനി OSൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹലോ UI ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ മോട്ടോ യുഐയുടെ അറിയാം, അല്ലെങ്കിൽ ഹലോ UI നമുക്കറിയാം. നല്ല ക്ലീൻ UI ആണ്. അങ്ങനെ ബ്ലോട്ട് വേർഡ്സ് ആഡ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. AI ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ കാര്യമാണ്. ക്യാമറ അത്യാവശ്യം ഉണ്ട്. നമുക്കിവിടെ കിട്ടുന്ന സ്പെക്ക് വൈസ് നോക്കുകയാണ്. നമുക്കൊരു പ്രൈമറി ഒരു 50 MP f1.8 ആപ്പച്ച് വരുന്ന സോണി ലിറ്റിയ 700C എന്ന് പറഞ്ഞൊരു സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് വരുന്നത്. ഈ സെയിം സെൻസർ തന്നെയാണ് നമുക്ക് എഡ്ജ് 50 ഫ്യൂഷനിൽ ഇരിക്കുന്നത്. സോ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. സെക്കൻഡറി നമുക്കൊരു 13 MP f2.2 അൾട്രാ വൈഡ് വരുന്നുണ്ട്. അത് മാക്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 10 MP 3x ടെലിഫോട്ടോയും വരുന്നുണ്ട്. സോ ബാക്കിൽ ഉപയോഗിക്കുന്ന 3 ക്യാമറ നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ്. പിന്നെ സെൽഫി ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ 32 MP f2.4 ആപ്പച്ച് വരുന്ന സെൽഫി ക്യാമറയാണ്. ഇവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ക്യാമറ അടിപൊളിയായിരിക്കും. ഒരു കുറവോളം മോട്ടോ വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിത് ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സിൻ്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി കാര്യത്തിലും നല്ല കപ്പാസിറ്റിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ഇനി നമ്മൾ കണക്റ്റിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ആണ്. Wi-Fi 6E സപ്പോർട്ട് വരും. ബ്ലൂടൂത്ത് 5.3 ആയിരിക്കും. NFC വരുന്നുണ്ട്. USB Type-C 2.0. സോ കണക്റ്റിവിറ്റി കാര്യത്തിലും ഒരു കുറവുകളും വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് പ്രൈസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എക്സ്പെക്റ്റഡ് ആണ്. അവർ പറഞ്ഞിട്ടൊന്നുമില്ല. 3 വേരിയൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ. 8GB 128, 8GB 256, 12GB 256. എക്സ്പെക്റ്റഡ് പ്രൈസ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 25,000 തൊട്ട് 30,000 ഇതിൻ്റെ ഇടയിലായിരിക്കും വരാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വയ്ക്കാറ് 25,000-ലും എൻഡിങ് വരുമ്പോൾ ഒരു 29,000 ആ റേഞ്ച്, 29,000 ആ റേഞ്ചൊക്കെ ആയിരിക്കും സാധ്യത കൂടുതൽ. കാരണം ഇത് കഴിഞ്ഞ മോട്ടോ എഡ്ജ് 50 Pro വരുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ നമുക്ക് എഡ്ജ് 50 Neo വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, 25-ന് താഴെ വരുമ്പോൾ എഡ്ജ് 50 Neo വരും. അതിനും താഴെയാണ് നമുക്ക് എഡ്ജ് 50 ഫ്യൂഷൻ വരും. സോ ഇതിൻ്റെ ഇടയിലായിരിക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. പ്രോസ് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ബിൽഡാണ് വരുന്നത്. നല്ല ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. നല്ല ബാറ്ററിയാണ് വരുന്നത്. നല്ല സോഫ്റ്റ്വെയർ വരുന്നത്. ഇത് കോൺസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. അത്ര കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കിട്ടുന്നൊരു ചിപ്സെറ്റ് അല്ല. ഹീറ്റിംഗ് ഇഷ്യൂസ് ഉള്ളതാണ്. സോ ഇവർ സ്ലിം ഫോൺ എന്നുള്ള രീതിയിലാണ് ഇത് ഇറക്കിയേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ലിമ്മും പെർഫോമൻസും കൂടി അങ്ങനെ ഒത്തു പോകില്ല. സോ അതുകൊണ്ട് തന്നെ ത്രോട്ടിലിംഗ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു മോർ ഓവർ ഒരു ബാലൻസ്ഡ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ SD കാർഡ് സപ്പോർട്ട് വരുന്നില്ല. ഹെഡ്ഫോൺ ജാക്കും വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കോണുള്ള. അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. ഒരു ഓവറോൾ എന്താ പറയുക, ഒരു ബാലൻസ്ഡ് യൂസേജിന് പറ്റിയ ഫോണാണ്. ഒരു ഗെയിമിങ്ങിന് പറ്റിയ ഫോണല്ല. ഗെയിമിങ്ങിനാണെങ്കിൽ നമുക്കിവിടെ പോക്കോ X6 Proയും പിന്നെ വരാൻ പോകുന്ന iQOO 9S എന്നൊക്കെ പറഞ്ഞ ഫോണുകളൊക്കെ വരുന്നുണ്ട്.
അതിലോട്ട് പോകണമായിരിക്കും ഇത്തിരി ബെറ്റർ. അല്ലാണ്ടൊരു ബാലൻസ്ഡ് ഫോണാണ്. ക്യാമറ സെറ്റപ്പ്, ബിൽഡ് ക്വാളിറ്റി, സോഫ്റ്റ്വെയർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു ഫോൺ തന്നെയാണ്. സോ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.